ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുരുളിയിൽ 24 കുടുംബങ്ങളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEBക്ക് വനം വകുപ്പ് നോട്ടീസ് നൽകി. റിസർവ് ഫോറസ്റ്റ് എന്ന രേഖകളിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ മറവിൽ സ്ഥലം കൈവശപ്പെടുത്താൻ വനം വകുപ്പ് ശ്രമിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. കാഞ്ചിയാർ അഞ്ചുരുളി താമരപ്പാറയിലാണ് 24 കുടുംബങ്ങളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEBക്ക് വനം വകുപ്പ് നോട്ടീസ് നൽകിയത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരവും PMAY പദ്ധതിയിലും ഉൾപ്പെടെ പണിത വീടുകളുള്ള സ്ഥലമാണിത്. കൈവശ ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ മുൻപ് വനം വകുപ്പ് NOC നൽകിയിരുന്നെങ്കിലും ഏതാനും നാളുകളായി ഇത് അനുവദിക്കുന്നില്ല. ഇപ്പോൾ കുഴൽക്കിണർ നിർമ്മാണവും ശുചിമുറി നിർമ്മാണവുമെല്ലാം തടസ്സപ്പെടുത്തുകയാണ്. ഇവിടെ ഭൂരിഭാഗവും ഏലം കൃഷിയാണ് ചെയ്യുന്നത്. അതിനാൽ മരങ്ങൾ മുറിച്ചു നീക്കാതെയാണ് കൃഷി. മരങ്ങൾ നിൽക്കുന്നതിന്റെ പേരിൽ കൈവശ ഭൂമി വനമാക്കി ചിത്രീകരിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് 15 വർഷം മുമ്പ് കറണ്ട് കിട്ടിയതാണ്. 15 വർഷം മുമ്പാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയത്. ലൈഫ് മിഷന്റെ പല വീടുകളും കൂടിയുണ്ട്. അത് ഫോറസ്റ്റിന്റെ NOC കിട്ടിയിട്ടുള്ളതാണ്. ഫോറസ്റ്റിന്റെ അകത്തൂടെ ഒരു ലൈനും ഇതിലൂടെ പോകുന്നില്ല. പഞ്ചായത്തിന്റെ റോഡ് വഴിയാണ് ഞങ്ങൾക്കെല്ലാം കറണ്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കും. അവരിവിടെ വന്ന് ഫോട്ടോ എടുത്തായിരുന്നു ഫോറസ്റ്റുകാര്. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് ഇത് എടുക്കുന്നതെന്ന്. അന്നേരം എന്നോട് പറഞ്ഞു പട്ടയം കിട്ടാൻ, നിങ്ങൾക്ക് പട്ടയത്തിന് അപേക്ഷ നിങ്ങൾ വെച്ചില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ലിസ്റ്റ് എടുക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ കറണ്ടിന്റെ കട്ട് ചെയ്യാനായിട്ട് പോയതാണെന്നുള്ളത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ 150 കുടുംബങ്ങളാണ് കഴിയുന്നത്. വൈദ്യുതിയില്ലാതെ ഏലം കൃഷി ഉൾപ്പെടെ നടത്താനാവില്ല. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് വനം വകുപ്പിന്റെ നീക്കം. വനം വകുപ്പിന്റെ നടപടിക്കെതിരെ CPM-ഉം കോൺഗ്രസും സമരവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.